ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ ഷോർട്ട് ട്രിപ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നേ എഴുന്നേറ്റതേ ഉള്ളൂ. ഇന്നലെ രാത്രിയായിരുന്നു ഡ്യൂട്ടി. രാത്രി 2 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും ഉറങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് മ്യൂറൈസ് ബേ ബീച്ചിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി ബീച്ചാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഒരു കടൽപ്പാലം കാണാൻ പറ്റും. ആ പാലത്തിൽ കൂടെ നടന്ന് അങ്ങ് അറ്റം വരെ പോകാനൊക്കെ പറ്റുമായിരുന്നു മുമ്പേ. പക്ഷേ ഇപ്പോൾ അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ട് ആ വഴി ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് അവിടെ പോകുന്നതിന് പകരം ഈ സൈഡിലേക്ക് പോയി നോക്കാം. ഇപ്പോൾ രണ്ട് മൂന്ന് പട്ടിക്കുട്ടന്മാർ കടലിൽ കളിക്കുന്നത് കണ്ടോ? ചൂട് സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ അങ്ങ് ദൂരെയായിട്ട് കപ്പൽശാല കാണാം. അതുവഴി 2 കാർഗോ ഷിപ്സ് പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു മ്യൂറൈസ് ബേ സെയിലിംഗ് ക്ലബ്ബ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അത് അടച്ചിട്ടേക്കുവാണ്. എനിക്ക് തോന്നുന്നു വീക്കെൻഡ്സിൽ ഇത് ഓപ്പൺ ആവും. എന്നിട്ട് ഇവിടെ തന്നെ ആൾക്കാർക്ക് സെയിലിങ്ങിൻ്റെ ട്രെയിനിങ് ഒക്കെ ഇവർ കൊടുക്കും. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 5 knots. 5 knots is the maximum speed within 200 meters of shore. അങ്ങനെ ഇവിടുത്തെ സ്പീഡിൻ്റെ റെഗുലേഷനാണത്. അപ്പോൾ ടോട്ടലായിട്ട് ആ പാലത്തിന് ഇത്രയും നീളമുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പാലത്തിന് ഇത്രയും നീളമുണ്ട്. അത്യാവശ്യം കടലിനുള്ളിലേക്കാണ് അത് ഇങ്ങനെ കിടക്കുന്നത്. രാത്രി സമയങ്ങളിൽ ഒട്ടുമിക്കവാറും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആൾക്കാർ അവിടെ വന്ന് ചൂണ്ടയിടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ സൈഡിലുള്ള ഈ പാറക്കെട്ടിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരിധി വരെ ഈ കടലിലെ വെള്ളം ഈ പാറക്കെട്ട് ഈ കരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ പാറക്കെട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തും. എന്നാലും അടിച്ച് കയറുന്നുണ്ട്. മിക്കവാറും ഇന്ന് എൻ്റെ പാൻറ്റ് എല്ലാം നനയും. എന്നാലും നമുക്കൊന്ന് നടന്നു നോക്കാം ഇതുവഴി. ഇപ്പോൾ കടലിൽ നല്ല കയറി കിടക്കുവാണ്. ഓ, പിന്നെ ഇത് കണ്ടോ, ഈ പാറക്കെട്ടിൻ്റെ ഇപ്പുറം വെള്ളം വന്ന് നിറഞ്ഞു കിടക്കുന്നു. നമ്മുടെ നാട്ടിൽ മുട്ടക്കുളം എന്നൊക്കെ പറയും. ഈ വേലിയേറ്റ സമയത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും.
ഇവിടേക്ക് ഇറങ്ങിക്കിടക്കാൻ നല്ല രസമായിരിക്കും, വെള്ളത്തിലിങ്ങനെ മുങ്ങിക്കിടക്കാനായിട്ട്. പക്ഷെ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും. ഈവൻ സമ്മറായാൽ പോലും വെള്ളത്തിന് നല്ല തണുപ്പാണ്. പിന്നെ ഇത് കണ്ടോ പായൽ. ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ ക്ലിഫ് കാണാനായിട്ട് പറ്റും. പിന്നെ ഏത് സമയം വേണോ ഈ മരമൊക്കെ ഒടിഞ്ഞ് താഴേക്ക് വീഴും. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വേണം നടക്കാൻ. എപ്പോഴും അത് പ്രതീക്ഷിക്കണം. കാരണം മണ്ണിടിച്ചിൽ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആ മരങ്ങളെല്ലാം താഴെ വന്ന് വീഴും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കൂടെ തന്നെ വീഴുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ നിന്ന് ആ സ്ഥലത്താണ്. അവിടെ നടന്ന് നടന്ന് നമ്മളിപ്പോൾ ഏകദേശം ഒരു 150 മീറ്റേഴ്സ് ഉള്ളിലേക്ക് ഇങ്ങോട്ട് നടന്നു വന്നു. പിന്നെ ഇവിടെ എന്തോ ഒരു സ്റ്റീൽ കേജ് പോലെ ഇട്ടിട്ടുണ്ട്. അത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഇവിടെയും കാണാൻ പറ്റുമത്. എനിക്ക് അടുത്തതായിട്ട് കോറമണ്ടൽ പെനിൻസുലയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഒരിക്കൽ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കാണ് തിരിച്ചത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ വൈകുന്നേരമായി. പിന്നെ വിൻ്റർ സമയമായതുകൊണ്ട് നേരെ ഒരുപാട് വൈകി. അപ്പോൾ ഈ നാർണിയ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട് അവിടെ, കത്തീഡ്രൽ കോവ് എന്ന് പറയുന്നൊരു സ്ഥലം. അപ്പോൾ അത് കാണാനായിട്ടാണ് പോയത്. പക്ഷെ അന്ന് നടന്നില്ല. പക്ഷേ ഇപ്പോൾ സമ്മറായില്ലേ, അപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ തിരിക്കുവാണെങ്കിൽ അതൊക്കെ അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ സ്ഥലത്ത് കൂടി, അതായത് ഈ നടപ്പാത പോലെയുള്ള ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ കൂടി നടക്കാനൊക്കെ ഒരു പ്രത്യേക വൈബായിരിക്കും. നമ്മളിപ്പോൾ തന്നെ നടന്ന് ഒരുപാട് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ഈ നമുക്ക് കടലിൻ്റെ നടുക്ക് തന്നെ ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റും. അതൊരു അടിപൊളി സീനാണ് സംഭവം. അപ്പോൾ നമ്മൾ ഏകദേശം മ്യൂറേസ് ബേയുടെ എൻഡിലെത്താറായി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മരങ്ങളിങ്ങനെ വേരോടെ മറിഞ്ഞ് വീഴുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഏകദേശം വീഴാറായ മരം അവർ കട്ട് ചെയ്ത് താഴെ ഇട്ടേക്കുവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മ്യൂറേസ് ബേയുടെ എൻഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കാണാൻ പറ്റാത്തവർക്കൊക്കെ കാണാനായിട്ട് സാധിക്കുമല്ലോ. പിന്നെ എന്തുവാ, കമൻസൊക്കെ ഇടുക.
എങ്ങനെയുണ്ട് വീഡിയോ എടുത്ത രീതി എങ്ങനെയുണ്ട്, പിന്നെ എങ്ങനെ വീഡിയോ മെച്ചപ്പെടുത്താം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്കറിയാലോ ഞാനൊരു പ്രൊഫഷണലായിട്ടുള്ള വ്ളോഗറോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാലും ചെറിയ ഒരെണ്ണം പ്രൊഫഷണൽ ആകാൻ താല്പര്യമില്ല എന്നല്ല. അപ്പോൾ എനിക്ക് ഞാനിടുന്ന വീഡിയോകൾക്ക് എനിക്ക് അത്യാവശ്യം പ്രോത്സാഹനമൊക്കെ കിട്ടുവാണെങ്കിൽ, ഞാൻ പ്രോത്സാഹനവും അഭിപ്രായങ്ങളും നിങ്ങൾ തരുവാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് വീഡിയോസ് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂറേസ് ബേയിലെ കാഴ്ചകൾ. അപ്പോൾ see you guys. Thanks for watching.